ഇലക്ട്രോണിക്സ് എനിക്കൊരു പാഷനായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പലരും എനിക്ക് ചെറിയ ചെറിയ റേഡിയോയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഞാനത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ 10th കഴിഞ്ഞിട്ട് ഞാൻ IT ആയിരുന്നു പഠിച്ചത്. IT ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചതിന് ശേഷം യാദൃശ്യമായിട്ടാണ് ഞാൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാനുള്ളൊരു അതിലേക്ക് വരുന്നത്. പിന്നീട് അത് പഠിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഓരോ മൊബൈലും ഞാൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയാറുണ്ട് എന്നെക്കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്നൊക്കെ. കാരണം ഞാൻ പഠിച്ച ഇലക്ട്രോണിക്സിൻ്റെ നോളജായിരുന്നു എനിക്ക് അതിനൊരു പ്രചോദനം തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ ഇത് ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തതായിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ളൊരു മെഷീനായിരുന്നു. പക്ഷേ സാധാരണക്കാരെ എനിക്കത് വാങ്ങാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇന്നും ആ മെഷീൻ പെർഫെക്റ്റായിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് എനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്ര ഒരു എഡ്ജ് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്ന ഗ്ലാസ് മാറുന്ന മെഷീനൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ പറയണത് ഇന്നും സ്വപ്നമാണ് പലർക്കും.